ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയാണെങ്കിലോ വരുണിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഉടനെ തന്നെ ആ ബോംബ് പൊട്ടാനായിട്ട് പോകും. വരുൺ കാത്തു നിന്നോ എന്ന് പറയുന്നുണ്ട്. ഞാൻ വിളിക്കുന്ന സമയത്ത് വരുൺ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണമെന്നും മാനസ വരുണിനോട് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇത്തവണത്തെ ഓണം നമ്മുടെ പൊതു ശത്രുവിൻ്റെ ഓണമായിരിക്കും, അടിപൊളിയായിരിക്കും. നമുക്കിതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് മനസ്സേ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഹാപ്പി ആണെന്ന് പറയുന്നു. എത്ര വട്ടമാണ് വരുൺ എന്നോട് ഹാപ്പി ആണെന്ന് പറയുന്നത്, ഇതുവരെ കഴിഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും മതിയാവണ്ടേ, അത്രയും സന്തോഷമാണ്. എന്തായാലും ഓണസദ്യ അത് ഗംഭീരമായിരിക്കും എന്ന രീതിയിലൊക്കെ വരുണും തിരിച്ചും പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കൺമണിയുടെ വീട്ടിൽ അമ്മായിമാരെല്ലാം തന്നെ അത്തപ്പൂക്കളം ഒരുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പൂക്കളം ഒരുക്കുമ്പോൾ അവിടേക്ക് എന്തായാലും സന്തോഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അമ്മായിമാർ പരസ്പരം സംസാരിക്കുന്നു. ഗോകുൽ അങ്ങോട്ട് വരുന്നു. ഗോകുൽ പറയുന്നുണ്ട്, എന്തായാലും അമ്മായിമാരെ സൂപ്പറായിട്ടുണ്ട് ഗോകുൽ, നീ ഇപ്പോൾ വലിയ പക്വതയുള്ള ഒരാളെ പോലെ ആയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിനക്കല്ലേ അറിയുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും എല്ലാ അമ്മായിമാർക്കും സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയുടെ അച്ഛൻ വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഓണക്കോടിയും അപ്പം സെലക്ട് ചെയ്ത് വാങ്ങി തന്നതല്ലേ, ഏറ്റവും കൂടുതൽ പൈസ ആയിട്ടുണ്ടായിരുന്നത് അമ്മയുടെ ഓണക്കോടിക്ക് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ധനലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. എന്താ ധനലക്ഷ്മി, നിൻ്റെ മുഖത്തൊരു ക്ഷീണം എന്ന രീതിയിൽ അച്ഛൻ ചോദിക്കുമ്പോൾ മനോജ് ഇല്ലാത്തതുകൊണ്ടാണോ? ഏയ് അതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഓണസദ്യ ഒരുക്കാൻ പോയാലോ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴത്തേനും വരുണാണെങ്കിലോ ലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ആ ഏട്ടത്തി, എന്താ നിനക്ക് വേണ്ടത്? ഓണമായിട്ടും കൂടി നിൻ്റെ ഈ ഉടായ്പ പരിപാടി നിർത്തിയില്ലേ വരുണേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഏട്ടത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നല്ലൊരു ഓഫറുമാണ്, ഏട്ടത്തിക്ക് മെച്ചപ്പെടുന്ന ഒരു കാര്യമാണ്. എൻ്റെ പൊന്നു വരുണേ എനിക്ക് വേണ്ട, എനിക്ക് സമാധാനത്തോടു കൂടി ജീവിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് പോയിട്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും, അതല്ലേ എടുത്തി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ നമ്മുടെ പൊതുശത്രുവിൻ്റെ അവസാനത്തെ ഓണമാണ് ഇപ്പോൾ വരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നു. കൺമണിയെക്കുറിച്ചാണോ നീ പറയുന്നത്? അതേ, കൺമണിയെക്കുറിച്ച്. അവളെ ഒതുക്കാൻ നമുക്ക് പറ്റില്ല, നമ്മൾ സ്വയം തോറ്റു പോകുന്നല്ലാണ്ട് ഇത്തവണ സാധിക്കും എടുത്തി, ഞാൻ അത്രയും ഉറപ്പിൽ പറയുന്നതെന്താ. പിന്നെ വെറുതെ ഒന്നല്ലല്ലോ, ഏടത്തിക്ക് 101 പവനും 10 ലക്ഷം രൂപയും തന്നിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നോക്കാൻ വരുന്ന ഒരു പാതി സമ്മതത്തോടു കൂടി തന്നെ ധനലക്ഷ്മി നിൽക്കുന്നു കേട്ടോ. പിന്നീട് കൺമണിയുടെ കൃഷിൻ്റെ വീട്ടിലാട്ടോ കാണിക്കുന്നത്. അങ്ങനെ കൃഷിയാണെങ്കിലോ കൃഷിൻ്റെ അച്ഛൻ എല്ലാവർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സമ്മാനം വാങ്ങുമ്പോഴത്തേനും കൺമണിക്കും കൊടുക്കുന്നുണ്ട്. കൃപയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൺമണിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും ഇതെല്ലാം കാണുന്ന മാനസയ്ക്കും ആൻറ്റിയമ്മയ്ക്കും കുശുമ്പ് കൂടാട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇനി മാനസയ്ക്കാവട്ടെ ഗിഫ്റ്റ്, കാരണം ഈ വീട്ടിലെ മരുമകളും കൃഷിൻ്റെ ഭാര്യയാവാൻ പോകുന്നവളും ഈ നമ്മുടെ കമ്പനിയിലെ MD എല്ലാം ആയ മാനസയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറയുമ്പോൾ കൺമണിക്ക് അത് വിഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കൺമണിനെ സങ്കടപ്പെടുത്തുക ചെയ്യുന്നത്. എന്നിട്ട് മാനസ വലിയ രീതിയിലൊക്കെ എല്ലാവരുമായിട്ട് ആഘോഷിക്കുന്നു. പിന്നീട് കൺമണിയെയും കൊണ്ട് കൃഷി അങ്ങോട്ടേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ എൻ്റെ വകയായിട്ട് കൺമണിക്ക് ഒരു ഗിഫ്റ്റ് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ സർ എന്ന് പറയുമ്പോൾ, ഇതാ എന്ന് പറയുന്നു. അങ്ങനെ ഒരു മോതിരം ഗിഫ്റ്റായി കൊടുക്കുന്നു. സാറിനും വേണ്ടേ എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയം തന്നെ അത് താഴെ വീഴുന്നു കേട്ടോ. അയ്യോ സർ, എൻ്റെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വീണല്ലോ, എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. എന്തിനാ കൺമണി പേടിക്കുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ഗിഫ്റ്റ് താഴെ വീഴുന്നൊക്കെ. പിന്നെ ഈ സങ്കടം മാറ്റാൻ എനിക്കൊരു ഉമ്മ തരട്ടെ, ഞാൻ നിനക്കും തരാം എന്ന് പറഞ്ഞിട്ട് ഉമ്മയ്ക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ കൺമണി നീ തിരിച്ച് തായോ എന്ന് പറയുമ്പോഴത്തേനും കൃപ അങ്ങോട്ട് വരുന്നു. ഞാൻ തന്നാൽ മതിയോ ഏട്ടാ എന്ന് ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ മാറി നിന്ന് സംസാരിക്കേണ്ട, അങ്ങനെ സംസാരിച്ചാൽ ആകെ പ്രശ്നമാവും. വലിയ കണ്ണുകളായിട്ട് കുറേ ആളുകൾ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി കൺമണിയും. അവസരങ്ങൾ വരട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എല്ലാവരോടും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നീട് മാനസയാണെങ്കിൽ ഫോൺ ചെയ്ത് വരുണിനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാം സെറ്റായി, പെട്ടെന്ന് തന്നെ ആ ബോംബ് പൊട്ടും, വരുണെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ രീതി ചെയ്തോ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വരുണ് അനിരുദ്ധനെ വിളിച്ച് സംസാരിക്കുന്നു. എൻ്റെ പൊന്നു വരുണെ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഓണം വീട്ടുകാരുമായിട്ട് ഒത്തൊരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചതാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പോലീസ് യൂണിഫോം അണിഞ്ഞത്, എന്നെ കൂടുതൽ ചതിയിൽ ആഴ്ത്തരുതെന്ന് പറയുന്നു. എൻ്റെ സാറേ, ഒരു കാര്യം മനസ്സിലാക്കണം, സത്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ യൂണിഫോം ധരിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നത്. അതിന് സാറ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ കൂടെ നിന്നാൽ മതി. പിന്നെ എനിക്ക് കൂടുതൽ പൈസ വേണമെങ്കിൽ അതും പറഞ്ഞു. എന്തായാലും വരുണിൻ്റെ കൂടെ നിന്നാൽ എനിക്ക് ലാഭം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ, അത് കരുതി തന്നെയാണ് നിൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നതും എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത്
ആൻറ്റിയമ്മയും അതുപോലെ മാനസിയാണ് കേട്ടോ. വീട്ടുകാരെല്ലാവരും കൂടി ഓണസദ്യക്ക് ഇരിക്കൽ തുടങ്ങി. അങ്ങനെ കൺമണിയുടെ കൊണ്ടുവന്ന് ഇരുത്തുക കേട്ടോ കൃപ. നമ്മുടെ ചീഫ് ഗസ്റ്റ് ചെയർമാൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. കൺമണി അതിന് സമ്മതിക്കില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം പറഞ്ഞിട്ട് കൃഷിൻ്റെ കൂടെ ഇരിക്കുന്നു. അതിനുശേഷം പപ്പടം വേണോ അങ്ങനെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ ശ്രമിക്കാൻ ഇവരൊക്കെ പൊട്ടന്മാരാണോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ആൻറ്റിയമ്മ വിഷമിക്കേണ്ട, ഇപ്പോൾ ഒരു ബോംബ് പൊട്ടാനായിട്ട് പോകുന്നു, നീ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ മാനസി എന്ന് പറയുകയാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്തു വെക്കാനായിട്ട് പോവുകയാണ്. ആൻറ്റിയമ്മ കണ്ടോ, ഒട്ടും പ്രതീക്ഷിക്കാതെ അതിപ്പോൾ പൊട്ടാനായിട്ട് പോവുകയാണ്. ഇന്ന് അവൾ നാണം കെട്ടുന്ന ആളും ഇന്ന് അവളുടെ അവസാനത്തെ ഓണമായിരിക്കും. ഇത്രയൊരു ഓണം സദ്യ അവൾക്ക് ഇനി കിട്ടിയെന്ന് വരില്ല എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു മെയിൽ വരുന്നു കേട്ടോ. അപ്പോഴത്തേനും മാനസ പറയുന്നുണ്ട്, ആ മെയിൽ എന്ന് ചെക്ക് ചെയ്തേ അച്ഛാ അല്ലെങ്കിൽ അങ്കിള് എന്ന രീതിയിലൊക്കെ പറയുന്നു. എല്ലാവരുടെ ഫോൺ ഒരുമിച്ച് തന്നെ ഓപ്പൺ ചെയ്യുക കേട്ടോ. അതിൽ കാണുന്നത് വരുണിൻ്റെ വീഡിയോ ആണ്. വരുൺ ചതിക്കപ്പെട്ടവൻ എന്ന നിലയിൽ തന്നെയാണ് അവിടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുണിൻ്റെ കയ്യിൽ നിന്ന് കൈയും കാലും തല്ലിയൊടിച്ചു, മാത്രമല്ല 10 ലക്ഷവും 101 പവനും 10 ലക്ഷം രൂപയും കൈപ്പറ്റി വിവാഹ വാഗ്ദാനം നടത്തി നിശ്ചയം കഴിഞ്ഞതിന് ശേഷം സ്നേഹ അഭിനയിച്ച് എല്ലാം കൈക്കലാക്കി ഒരേ ഒരുത്തി കൺമണി എന്ന രീതിയിലൊക്കെ എല്ലാവരും മുന്നിൽ കൺമണിയെ നാണം കെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴത്തേനും പിന്നീടും പറയുന്നുണ്ട്, അവൾ എന്നെ ചതിച്ചു, ഇനി കാശുള്ള ഒരാളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അതായത് അലിക ഡിസൈൻസിലെ MD ആയിട്ടുള്ള ക്രിസ് സാഗറിൻ്റെ കൂടെ, അവരുടെ കൂടെയാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് അവനെയും ചതിക്കും, അവൻ്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നെ ചതിച്ചതുപോലെ അവനെയും ചതിച്ച് അവൾ കാര്യങ്ങൾ കരസ്ഥമാക്കും എന്ന രീതിയിലൊക്കെ എന്നെ ദേഹോപദ്രവം നടത്തി കൈയും കാലും തല്ലിയൊടിച്ചു, തലയ്ക്ക് പരിക്കേൽപ്പിച്ചു, ഇതെല്ലാം അവളുടെ ആവശ്യത്തിന് വേണ്ടി നടത്തിച്ചതാണെന്നൊക്കെ രീതിയിൽ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അപ്പോഴത്തേനും എല്ലാവരും തന്നെ അത് കേൾക്കുമ്പോഴത്തേനും അലികയ്ക്ക് ഒരു നാണക്കേട് പോലെയും എല്ലാവരുടെയും മുന്നിൽ എല്ലാവരും നാണം കെട്ടു കേട്ടോ. അപ്പോഴത്തേനും എല്ലാവരും കൂടി കൺമണിയെ പായിപ്പിക്കാൻ ആൻറ്റിമ്മയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇവളെ പിടിച്ചിട്ടാണോ ഇങ്ങനെ ഒരു സ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും നാണാവില്ലേ, ഇവൾ കാരണം മനസ്സിന് സമാധാനം തരുന്നില്ല, നമ്മളുടെ നല്ല പേരും കൂടി ഇവൾ ചീത്തപ്പേരാക്കി തീർത്തില്ലേ, ഇവൾ എന്തിനാ പിടിച്ചു നിർത്തിയിരിക്കുന്നത്, എല്ലാവരെയും പറ്റിച്ചിട്ടും മോഷ്ടിച്ചിട്ടും കാര്യങ്ങൾ നടത്തുന്ന ഇവളെ ഇവിടുന്ന് ഇപ്പോൾ തന്നെ പുറത്താക്കണം, കൃഷി നീ തടയാനായിട്ട് വരണ്ട, ഇത് എൻ്റെ തീരുമാനമാണ്, ഇത് നടത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരുടെ അഭിപ്രായം അതാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൺമണി ആകെ നാണം കെടാട്ടോ ചെയ്യുന്നത്. കൺമണി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു കേട്ടോ. കാരണം കൺമണിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കൺമണിയെ മനഃപൂർവ്വം ചതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൺമണിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എങ്ങനെയെന്ന് അറിയില്ല. അതിനുശേഷം കൃഷി പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യം എല്ലാം വിശ്വസിക്കേണ്ട, അവർ റീച്ചിന് വേണ്ടി എല്ലാം ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിനക്ക് പറയാം, പക്ഷേ ഇത് നാണം കെട്ട് ഞങ്ങൾ തന്നെയാണ്, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇനി ഇവളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയിക്കോ കൺമണി എന്ന് പറഞ്ഞിട്ട് കൺമണിയെ അവിടെ നാട്ടി പുറത്താക്കുന്നു കേട്ടോ. പക്ഷേ സത്യം എന്നേക്കുമായിട്ട് പുറത്തു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ കൺമണിക്ക് കുറച്ച് വിഷമമുണ്ടെങ്കിലും നാളെ കൺമണിക്ക് അതിലും വലിയൊരു സന്തോഷം തന്നെയാണ് വരാനായിട്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രൊമോ വിശേഷമായിട്ട് വൈകിട്ട് കാണാം.